ഹായ് മക്കളെ. സോ നമ്മൾ അങ്ങനെ 10th ക്ലാസ് എന്ന് പറയുന്ന വലിയൊരു സംഭവത്തിൽ അത്യുന്നത വിജയം നേടി നേരെ ഇപ്പോൾ +1 എന്ന് പറയുന്ന വലിയൊരു മഹാസാഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ 10th ക്ലാസ്സിൽ പഠിച്ചതും +1 ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് പഠിക്കുന്നതുമെല്ലാം വളരെ വ്യത്യസ്തമാണ്. സത്യം പറഞ്ഞാൽ 10th ഇത്തിരി ഈസി ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലേ? അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്ക് എന്ത് കിട്ടിയത്? A+ കിട്ടിയത്. അതേപോലെ തന്നെ A1കളും കിട്ടിയത്. നമ്മളിപ്പോൾ +1ലേക്ക് വരുമ്പോൾ +1ലേക്ക് അറിയാം, നിങ്ങൾ ആ ഒരു മാസം ആയി ഇപ്പം ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കുള്ളത് 6-5 സബ്ജക്റ്റുകളൊക്കെയാണ് ഉള്ളത്. ചെറിയൊരു പണി കിട്ടിത്തുടങ്ങി. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ പറയുന്ന +1 എന്ന് പറയുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായി. സോ അതിൽ ആ ഒരു കടമ്പ നമ്മൾ 10th ക്ലാസ് പോലെ തന്നെ വിജയിക്കാൻ, അതെ 10th ക്ലാസ്സിൽ അടിപൊളി റിസൾട്ട് മേടിച്ചു, അതേപോലെ തന്നെ +1ലും +2ലും വൺ റിസൾട്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള ഒരു റിസൾട്ട് നമുക്ക് മേടിക്കണം. അതിന് എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ മാത്തമാറ്റിക്സിൻ്റെ കാര്യം പറയാം, കാരണം ഞാൻ വരുന്നത് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണല്ലോ. നമുക്ക് +1 മാത്സിൽ അല്ലെങ്കിൽ +2 മാത്സിൽ എങ്ങനെ നല്ലൊരു വിജയം നേടാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നേടാം എന്നതിനെ പറ്റി ഞാൻ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. നിങ്ങൾ മാത്സിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ +1ൽ നമുക്കുള്ളത് 14 ചാപ്റ്ററുകളാണുള്ളത്. നേരത്തെ 2 വർഷം മുമ്പ്, അതായത് ആ കൊറോണയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു 16 ചാപ്റ്റർ ആയിരുന്നു. അതിൽ 2 അങ്ങ് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ നമുക്കുള്ളത് 14 ചാപ്റ്ററും അതിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും കുറേയൊക്കെ വെട്ടിച്ചുരുക്കി ഇപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ചെറുതാക്കി ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. സോ ആ 14 ചാപ്റ്റർ എങ്ങനെ പഠിക്കാം എന്നതിനെ പറ്റി നമുക്കൊന്ന് അറിയണം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 10th ക്ലാസ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ +1 മാത്തമാറ്റിക്സ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നിങ്ങൾക്കത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും. വേറെ സബ്ജക്റ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, വേറെ സബ്ജക്റ്റ് ചിലപ്പോൾ ടഫായിരിക്കാം, പക്ഷേ നമ്മുടെ മാത്തമാറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്, അല്ലേ? മാത്തമാറ്റിക്സിൻ്റെ ABCD പോലും അറിയാത്തവന് പോലും, അല്ലേ, ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഏത്? നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് കഴിഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ട്, അവിടെയും വലിയ പ്രശ്നമില്ല. പക്ഷേ പണി കിട്ടാൻ പോകുന്ന ചാപ്റ്ററാണ് 3ാമത്തെ ചാപ്റ്റർ. ഏതാ? ട്രിഗ്നോമെട്രി എന്ന് പറയും. നമ്മൾ ഓൾറെഡി 10th കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ആ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. കുറേയേറെ ഇക്വേഷൻസ് ഉണ്ട്, അല്ലേ? അതിൽ എക്സസൈസുകളുണ്ട്, അല്ലേ? ഇപ്പം നിങ്ങൾ പല ഇൻസ്റ്റഗ്രാം ചാനലൊക്കെ എടുത്ത് നോക്കിയാലും മാത്തമാറ്റിക്സിൻ്റെ ട്രോൾസിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും കാണുന്ന ഒരു സംഭവമുണ്ട്. മാത്തമാറ്റിക്സിൽ നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ എക്സസൈസ് 3.1ഉം 3.2ഉം വളരെ ഈസിയാണ്. അതിനുശേഷം 3.3ലേക്ക് വരുമ്പോൾ വൻ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ വരുന്നത് അതിൻ്റെ അകത്ത് നിന്നാ, അല്ലേ? അങ്ങനെ ഒരു സംഭവം കൂടെയുണ്ട്. അപ്പം ആ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് ഒരു ഇത്തിരി ടഫായിട്ടുള്ള സാധനമാണ്. അതിനുശേഷം കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്ററുകളൊക്കെ ഉണ്ട്, കോംപ്ലക്സ് നമ്പർ. അതിനുശേഷം പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു ഐറ്റം കയറി വരുന്നുണ്ട്, അല്ലേ? അതിനുശേഷം പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, കോണിക് സെക്ഷൻ ഉണ്ട്, സീക്വൻസ് ആൻഡ് സീരീസ്. സീക്വൻസ് ആൻഡ് സീരീസ് അതിലൊരു ഓൾറെഡി ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള, അതായത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന പോർഷൻ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ ആ ഒരു ടോപ്പിക് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ നമുക്കുള്ളത് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ് സീക്വൻസ് ആൻഡ് സീരീസിലുള്ളത്. അതിനുശേഷം കോണിക് സെക്ഷൻ, സ്ട്രെയിറ്റ് ലൈൻ, അതൊക്കെയുണ്ട്. പിന്നീട് വരുന്നൊരു ചാപ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ട്രിഗ്നോമെട്രി പോലെ തന്നെ ഇത്തിരി ടഫായിട്ടുള്ള വേറൊരു ചാപ്റ്ററാണ് എന്ത്? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഇമ്പോർട്ടൻ്റാ, അത് കാൽക്കുലസിൻ്റെ സ്റ്റാർട്ടിങ്ങാ. നിങ്ങൾക്ക് +2 സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോർഷൻ വരുന്നത് ആ ലിമിറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ബാക്കിയായിട്ടാണ്, കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. അതേപോലെ തന്നെ ട്രിഗ്നോമെട്രിക്കും ഉണ്ട്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. സോ ഈ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് ടഫ് ആയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വരുന്ന വേറെ 2 സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റി. അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് ഇതിലൊക്കെ ഫുൾ മാർക്ക് മേടിക്കാം? നമുക്ക് A+ഓ A1ഓ അതൊന്നും പോരാ, അതൊക്കെ പണ്ടത്തെ തീരുമാനങ്ങളാണ്. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, ഈ വർഷത്തെ റിസൾട്ട് നോക്കിക്കേ, എത്ര കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നത്? ബ്രില്യൻറ്റിൽ തന്നെ നമ്മൾ പഠിപ്പിച്ച ഇഷ്ടം പോലെ കുട്ടികൾക്കും 1200-ൽ 1200, അല്ലെങ്കിൽ +1 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 520-ൽ 520 മാർക്കും, അതായത് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ ഫുൾ മാർക്ക്, അല്ലേ? നിങ്ങൾ കഴിഞ്ഞ വർഷം ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ വർഷം ആ +1 മാത്തമാറ്റിക്സിൻ്റെ സമയത്ത് കുറേയേറെ ചർച്ചകളൊക്കെ നടന്നായിരുന്നു. എന്തായിരുന്നു ആ ചർച്ച? എക്സാം ടഫായിരുന്നു, ഞങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് മൊത്തം മാർക്കും പോയി, അല്ലേ? ഞങ്ങൾക്ക് ഫുൾ ബ്ലൈൻഡായി, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ സ്റ്റിൽ സോ മെനി സ്റ്റുഡൻസ് ഗോട്ട് ഫുൾ മാർക്സ്. ഹൗ ദേ ഗോട്ട്? അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടാണോ ഈ ഫുൾ മാർക്ക് കിട്ടിയത്? അങ്ങനെ ഒരു ചിന്തയില്ലേ? യെസ്,
അതിനൊരു പ്രശ്നമില്ല. അങ്ങനെ പ്രത്യേകതയുള്ള കുട്ടികളൊന്നും അല്ല. പക്ഷെ അവർ പഠിച്ച രീതി വ്യത്യസ്തമാണ്. അവരെല്ലാ ദിവസവും പഠിച്ചു. പക്ഷെ കുറച്ചുകൾ പഠിച്ചുള്ളൂ. എല്ലാ ദിവസവും 2 മണിക്കൂർ വെച്ച് പഠിച്ചു. പക്ഷെ ദേ ആർ സ്റ്റേബിൾ. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിവസവും ആ 2 മണിക്കൂർ വെച്ച് പഠിച്ചു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ 2 മണിക്കൂറിലെല്ലാം ആവുമോ? സാറേ 2 മണിക്കൂറിലൊക്കെ ആവുമോ എന്ന് ചോദിച്ചാൽ ആവത്തില്ല. പക്ഷേ നമുക്ക് ശനി ഞായറൊക്കെ കിട്ടുമല്ലോ. ആ ശനി ഞായറും ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ എക്സ്ട്രാ ഇട്ടിട്ട് ഒരു 5 മണിക്കൂർ വെച്ച് നമുക്ക് പഠിച്ചാൽ നമുക്ക് തീരാവുന്ന സിലബസ് ഒക്കെ ഉള്ളൂ നമ്മുടെ പ്ലസ് വണ്ണിൽ. അല്ലേ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രേ ഉള്ളൂ. കാരണം നമ്മൾ കാണുന്നതല്ലേ. ഈ പറയുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്സിൽ കുറേ പേര് ടഫാണ് 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 എന്നൊക്കെ പറഞ്ഞു. അതിന് കാരണം എന്ന് പറയുന്നത് സാധാരണ കുട്ടികൾ ആശ്രയിക്കുന്ന ഏറ്റവും വലുതെന്ന് പറയുന്നത് അവസാന നിമിഷങ്ങളിൽ ചെയ്യുന്ന പരിപാടി ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലൊക്കെ കിട്ടും. അതൊക്കെ എടുത്ത് അങ്ങോട്ട് പോയി പഠിക്കും. അത് പോയി പഠിച്ച് പോയി എഴുതും, പണി കിട്ടും. അങ്ങനെയാണ് പണി കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയും. അല്ലെ, കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഏത്? NCERT ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ 10th ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കി. സാധാരണ നമുക്കറിയാം കുറേയേറെ പടങ്ങളൊക്കെ ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഏത്? നമ്മുടെ 10th ക്ലാസ്. ഏകദേശം ഒരു കളിക്കുടുക്ക സെറ്റപ്പ് ആയിരുന്നു നമ്മുടെ 10th ക്ലാസ്. അല്ലെ, കളിക്കുടുക്കയിലൊക്കെ കണ്ടിട്ടില്ലേ കുറേ പടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ പ്ലസ് വണ്ണിലേക്ക് വരുമ്പം പ്ലസ് വൺ NCERT ആകെ ഒരു ഡയഗ്രാം ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ പേജിലായിരിക്കും. എല്ലാ ചാപ്റ്ററിൻ്റെയും ആദ്യത്തെ പേജിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പുള്ളി പറഞ്ഞ 2 കാര്യങ്ങളൊക്കെ പറയും. ആ കാര്യങ്ങൾ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത് ഡയഗ്രാമായിട്ട്. ബാക്കിയുള്ള എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്ത് നോക്കിയേ, അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്? അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്? അതൊക്കെ ചോദിക്കും. സാധാരണ കഴിഞ്ഞ വർഷത്തെ 10th കുട്ടികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും സാറേ ടെക്സ്റ്റ് ബുക്ക് ഒന്നും പഠിക്കണ്ട, ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊന്നും ചോദ്യം വരത്തില്ല. ആകെ ചോദിക്കുന്നത് ഏതിനകത്തുനിന്നാ? വല്ല പ്രീവിയസ് ഇയർ ഉണ്ടെങ്കിൽ ആ ഒരു മോഡലിൽ അങ്ങ് പഠിച്ചാൽ മതിയെന്ന്. പക്ഷെ ആ ട്രെൻഡ് അങ്ങ് മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ കൂടുതലും NCERT കയറി വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ആ NCERT എന്ന് പറയുന്ന സാധനമാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ചെയ്യേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ചെയ്യേണ്ടത് NCERT കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ചെയ്യുക. എത്ര വെട്ടം ചെയ്യാമെന്നോ അത്രയും നല്ലത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ NCERT ക്വസ്റ്റ്യൻ ചെയ്യുക. അതേ മോഡലിലായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിന്റെ കേസിൽ. മാത്തമാറ്റിക്സിന്റെ കേസ് നിങ്ങൾ എടുത്തു നോക്കിയോ, എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞ വർഷത്തെ ഉൾപ്പെടെ കുറേ കുട്ടികൾ ടഫാന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ അതെല്ലാം നമ്മുടെ NCERT ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ NCERT തന്നിട്ടുള്ള ഒരു നമ്പർ പോലും മാറ്റാതെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. സോ ടഫാന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറേയേറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ കിട്ടും. അതൊരു ഷോർട്ട് നോട്ടൊക്കെ ആക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്ലിപ്പൊക്കെ പോലെ വെച്ച് അതൊക്കെ എക്സാമിൻ്റെ ടൈമിൽ യൂസ് ചെയ്യുന്ന രീതിയിലാക്കുക. പല കളർഫുൾ ആയിട്ടൊക്കെ എന്ത് ചെയ്യണം? ചില കുട്ടികളുടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു റഫ് ബുക്ക് അല്ല, അവരുടെ കയ്യിലൊരു സെപ്പറേറ്റ് ഒരു ചെറിയൊരു ബുക്കൊക്കെ കാണും. എന്താ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, അതെല്ലാം വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് പോലത്തെ ഒരു സാധനമൊക്കെ കാണും. സോ അതൊക്കെ നിങ്ങൾക്ക് എക്സാം ടൈമിൽ എന്ത് ചെയ്യും? വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ ആദ്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. എന്താണ്? NCERT സോൾവ് ചെയ്യുക, അതിനുശേഷം പ്രീവിയസ് ഇയർ ചെയ്യുക, അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും? അതൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ, അതായത് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ട്യൂഷൻ ക്ലാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം സെറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്താൽ 6 പാർട്ടായിരിക്കും. ഓരോ മണിക്കൂറിൻ്റെ 6 പാർട്ട് അല്ലേ? 6ാമത്തെ പാർട്ട് കഴിഞ്ഞിട്ട് 7ാമത്തെ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ചോദിക്കാൻ ചാൻസ് ആയുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കിട്ടും എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ടില്ലേ? അപ്പോൾ അത് ശരിയായി. അങ്ങനെയാണെങ്കിൽ വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഈ കുറേ കുട്ടികളുണ്ട് നമ്മൾ 10th ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് പ്ലസ് വണ്ണിലേക്ക് വന്നപ്പോൾ അത് ഇംഗ്ലീഷ് മീഡിയമായി. അപ്പോൾ കുറേ കുട്ടികൾക്കുള്ള പ്രശ്നം സാറേ ഈ പുതിയ വാക്കുകളൊക്കെ കിട്ടുന്നില്ലെന്ന്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞു പുതിയ കൺസെപ്റ്റുകൾ, പുതിയ വാക്കുകളെല്ലാം നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് വേണം. ആ ബുക്കിൽ എന്ത് ചെയ്യണം? എഴുതണം അല്ലേ? മാക്സിമം ക്വസ്റ്റ്യൻ എത്ര വെട്ടമാണോ ചെയ്യുന്നത് അത്രയും വെട്ടം ചെയ്യുക അല്ലേ? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഒരു പ്രാക്ടീസിലൂടെ അല്ലേ? പെർഫെക്റ്റ് പ്രാക്ടീസിലൂടെ, വെറും പ്രാക്ടീസ് അല്ല, പെർഫെക്റ്റ് പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യാം? ഒരു ആൾക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റും അല്ലേ? സോ
നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതേ സാധനം തന്നെ നമ്മുടെ എക്സാമിന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ചില കുട്ടികളൊക്കെ നമ്മളോട് പറയാറുണ്ട്, നമ്മൾ ഈ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലൊക്കെ കുറേ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് കൊടുക്കും, ആ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ നമ്മൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും കുട്ടികളൊക്കെ ഉണ്ട്. സോ എക്സാമിന് അത് തന്നെ വരുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, സാറേ അതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരുന്നു, ആ വാല്യൂ വരെ നമുക്ക് ബൈ ഹാർട്ടായിരുന്നു എന്നൊക്കെ. അന്നും പറയാം അവർക്ക് ആൻസർ കാണാൻ പഠിച്ചുകൊണ്ട് പോകുന്നതല്ല. ഒരു 2 വട്ടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 3 വട്ടം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളും അതെന്ത് ചെയ്യും, പഠിച്ചു. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, 14 ചാപ്റ്ററും നമുക്ക് ഈസി ആയി തന്നെ പഠിക്കാൻ പറ്റും. മാത്തമാറ്റിക്സിൻ്റെ കേസിൽ ഫുൾ മാർക്ക് മേടിക്കാൻ ഒരു പാടുമില്ല, അത് എഴുതി ഒപ്പിട്ട് തരാവുന്ന കാര്യമാണ്. മാത്തമാറ്റിക്സിൻ്റെ കേസിൽ അത്രയ്ക്ക് ഈസിയാണ്. ബാക്കിയെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ഫുൾ മേടിക്കാൻ ഇത്തിരി ടഫ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് മാത്രമാണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാത്തിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. സോ മാത്സ് നന്നായിട്ട് പഠിക്കുക. എന്ത് ചെയ്യുക, കമ്പാരിറ്റീവ്ലി +2 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ +1 വളരെ ഈസിയാണ്, +2 അത്ര ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് 13 ചാപ്റ്ററൊക്കെ ഉണ്ട്. കാൽക്കുലസ് എന്ന് പറയുന്ന, ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു വൻ സംഭവങ്ങളൊക്കെ വരും. അതൊക്കെ നമുക്ക് +2 കാര്യം. നമുക്ക് ഇപ്പോൾ ചിന്തിക്കാനുള്ളത് +1 പറ്റിയാണ്. +1 നല്ല മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ +2 നമുക്ക് ഈസി ആവും. കാരണം കണ്ടിന്യൂവേഷൻ ഓഫ് ദ +1 ഈസ് +2 അല്ലേ. സോ ഞാൻ പറഞ്ഞു, ട്രിഗ്നോമെട്രിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി പ്രോബബിലിറ്റി 1ഉം പ്രോബബിലിറ്റി 2 ഉണ്ട്. അതേപോലെ തന്നെ ലിമിറ്റ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ. സോ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് +1 ആണ്. സോ നന്നായിട്ട് പഠിക്കുക, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലായ്പ്പോഴും എപ്പോഴും നിങ്ങളുടെ കൂടെ എന്തുണ്ട്, ബ്രില്യൻ്റ് ഉണ്ട്. ചെയ്തു പഠിക്കുക. നമ്മുടെ ആപ്പൊക്കെ യൂസ് ചെയ്യുക. നമ്മുടെ ആപ്പിൽ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് NCERT ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. നമ്മൾ അതേപോലെ തന്നെ എക്സാമിൻ്റെ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം കാണുക. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.